ഹായ്, എല്ലാവർക്കും ടാരോ 96ലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു ട്വിൻ ഫ്ലെയിം റീഡിംഗ് ആണ്. അപ്പോൾ ട്വിൻ ഫ്ലെയിം എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഈ ഒരു റീഡിങ് ചെയ്യണം എന്ന് കുറേ നാളായിട്ട് കുറേ പേരിങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാനിതിങ്ങനെ പെൻഡിങ് വെച്ചിരിക്കുകയായിരുന്നു. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ, സത്യത്തിൽ ഒരു റിലേഷൻഷിപ്പിനെ വന്നിട്ട് ഇങ്ങനെ ട്വിൻ ഫ്ലെയിം എന്നും സോൾമേറ്റ് എന്നും അതുപോലെ കാർമിക് എന്നൊക്കെ പറഞ്ഞിട്ട് ലേബൽ ചെയ്യാൻ എനിക്കത്ര ഇഷ്ടമുള്ളൊരു കാര്യമല്ല. ഒരു ലേബൽ കൊടുക്കാനേ എനിക്കത്ര ഇഷ്ടമുള്ളൊരു കാര്യമല്ല. എന്നാലും സ്റ്റിൽ സ്പിരിച്വലായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമ്മൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ ഈ ടേംസ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 2 പയൽ വെച്ചിട്ടുണ്ട്. പയൽ നമ്പർ 1, പയൽ നമ്പർ 2. ഓക്കെ, പിന്നെ നമ്മൾ വെറുതെ വന്ന് ഒരു ടേബിളിന് മുന്നിലിരുന്നിട്ട് അതൊരു ട്വിൻ ഫ്ലെയിം റീഡിങ് അങ്ങ് ചെയ്ത് കളയാം എന്ന് വിചാരിച്ചിട്ട് വന്നിരുന്നാൽ ട്വിൻ ഫ്ലെയിംസിൻ്റെ റീഡിങ് അങ്ങനെ ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഓക്കെ, കാരണം ഇത് കുറച്ച് റെയറായിട്ടുള്ളൊരു എനർജിയാണ്. സോ അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. അത്രയും കോൺസെൻട്രേറ്റഡ് ആയിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ മാത്രമേ ഇത് ചെയ്യാനും പറ്റത്തുള്ളൂ. സോ ഇന്ന് എനിക്കതിൻ്റെ ഒരു മൂഡ് വന്നിരിക്കുക. അപ്പോൾ അത് ഞാൻ വിചാരിച്ച് ഇന്ന് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇൻറ്റ്യൂട്ടീവ്ലി ഒരു പൈൽ ചൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. പൈൽ നമ്പർ 1, ഈ ഒരു സ്റ്റാർ ചൂസ് ചെയ്തിട്ട് റീഡിംഗ് ആണ് ആദ്യം. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ എനർജി അറിയണം, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി അറിയണം, ഡെസ്റ്റിനി എന്താണെന്നുകൂടി അറിയണം. ഓക്കെ, ട്വിൻ ഫ്ലെയിം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡെസ്റ്റൈൻഡ് ആയിട്ടുള്ളവരാണ്, ഉറപ്പായിട്ടും ഒന്നിക്കും എന്നുള്ള ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, ഒരു 3 കാർഡ് വന്നിട്ടുണ്ട്, അങ്ങനെ എടുക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി, ഓക്കെ. അപ്പോൾ എന്താണ് ഡെസ്റ്റിനി നമുക്ക് ലാസ്റ്റ് നോക്കാമേ. കാർഡ് എടുത്ത് വെച്ചേക്കാം.
3 കാർഡ് വെച്ചിട്ടുണ്ട് ഡെസ്റ്റിനിക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. ഫസ്റ്റ് പൈലിൽ എന്താണ് വന്നിരിക്കുന്നത് നോക്കാം. നിങ്ങളുടെ എനർജി. ഓക്കെ, പേഴ്സൻ്റെ എനർജി. ഓക്കെ. ഓക്കെ, അപ്പോൾ പൈൽ നമ്പർ 1 ഇതൊരു ചില പേർക്ക് ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് കാണുന്നുണ്ട് ചില പേർക്ക്. ഓക്കെ, ചാരിയറ്റൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ കുഡ് ബി ലോങ് ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഇത് ഓൾറെഡി 4 ഓഫ് സോർട്സ് ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നോ കോണ്ടാക്റ്റ് അല്ലെ ബ്രേക്കപ്പ് സിറ്റുവേഷനാണ്. ഓക്കെ, അപ്പം നിങ്ങളുടെ ഒരു ഇതെന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ വ്യക്തിയെ തന്നെ മതി എന്നുള്ള ഒരു സ്റ്റാൻഡിലാണ് ഇപ്പോൾ. ഒരു ഫാമിലി ലൈഫ് ആഗ്രഹിക്കുന്നു. ഓക്കെ, വളരെ ഇമ്മച്വറായിട്ട് തോന്നിയ ഒരു റിലേഷൻഷിപ്പായിരുന്നു ഇത് ആദ്യത്തെ സ്റ്റേജിലൊക്കെ. കാരണം പേജ് എന്ന് പറയുന്നത് ഒരു ഇമ്മച്യൂരിറ്റി ഉള്ള ഒരു കാർഡാണ്. ഓക്കെ, അപ്പോൾ ആദ്യം ഇത് തുടങ്ങിയപ്പോൾ നിങ്ങൾ ഇത്രയും സീരിയസ് ആയിട്ട് വരും എന്നൊന്നും കരുതിയിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പോഴത്തേതെന്ന് വെച്ചാൽ മറക്കാൻ പറ്റണില്ല. അതാണ്, ഈ വ്യക്തിയെ തന്നെ മതി, ഇതാണ് എൻ്റെ ആളെന്ന് നിങ്ങളിങ്ങനെ ഫിക്സ് ചെയ്ത് വച്ചിരിക്കുക. അപ്പോൾ മറക്കാൻ പറ്റാത്തൊരു സ്റ്റേജാണ്. എങ്കിലും എന്താണെന്ന് വെച്ചാൽ ഹോപ്പുണ്ട്, പ്രതീക്ഷയുണ്ട്. അപ്പോൾ എങ്കിലും ഇതിനകത്ത് എന്താ പറയുക, ഒരു ഞാൻ പെട്ടുപോയല്ലോ, ഇനി എന്ത് ചെയ്യും, ഒന്നിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഞാനായിട്ട് ആക്ഷനൊന്നും എടുക്കില്ല. ഓക്കെ, ഇങ്ങോട്ട് വരട്ടെ, വെയിറ്റ് ചെയ്യാനൊക്കെ റെഡിയാണ്. അപ്പോൾ ഇവിടെ തേർഡ് പാർട്ടി, ഈ വ്യക്തിയുടെ എനർജിയിലകത്ത് തേർഡ് പാർട്ടി കാണുന്നുണ്ട്. അത് ഒരു വ്യക്തി തന്നെ ആവണമെന്നില്ല കേട്ടോ. കരിയർ ആവാം, ഫാമിലി ആവാം, ഫ്രണ്ട്സ് ആവാം. അപ്പോൾ ഈ വ്യക്തിയുടെ ഈ കാർഡെന്ന് പറഞ്ഞാൽ ഒരു നല്ല കാർഡാണ്. ഹൈ പ്രീസ്റ്റസ് കാർഡെന്ന് പറഞ്ഞാൽ വളരെ ഇൻറ്റ്യൂട്ടീവ് എബിലിറ്റീസ് ഉള്ള, ഓക്കെ, അല്ലെങ്കിൽ വളരെ സ്പിരിച്വലായ അല്ലെങ്കിൽ റിലീജിയസ് ആയ സ്പിരിച്വലായ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് വേണം. പക്ഷേ നമുക്കിതിവിടെ കോമ്പിനേഷനിലെടുത്ത് റീഡ് ചെയ്യുമ്പോൾ ഈ വ്യക്തിയുടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ മെൻ്റലി വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആണ്. അതായത് നമുക്ക് ഈസി ആയിട്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു കാര്യത്തെ എടുത്തിട്ട് ചിലപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആക്കി കളയും. അങ്ങനൊരു നേച്ചറുള്ള ഒരാളാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഈ വ്യക്തിക്ക് തിരിച്ചു വരണം എന്ന് ആഗ്രഹമുണ്ട്. ഹീലിംഗ് ഫേസിലൂടെ പോവാണ്. 3 ഓഫ് സോർട്സിന് ശേഷമാണ് 4 ഓഫ് സോർട്സ്. അപ്പോൾ അതായത് ഹീലിംഗ് ഫേസാണ്, ഹീലിംഗ് ആണ്. അപ്പോൾ മറക്കാൻ ശ്രമിച്ചിട്ട് നിൽക്കുകയാണെന്ന് തോന്നുന്നു. ഒരു ലോസ്റ്റ് ഫീലിംഗ് ഉണ്ട്, പക്ഷേ ചെറിയ പ്രതീക്ഷയുണ്ട്. ഓക്കെ, പ്രതീക്ഷയുണ്ട്, ബന്ധം തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ഈ ബന്ധത്തിലേക്ക് വന്നത്, ബ്രേക്കപ്പ് ആയിട്ടും ഈ വ്യക്തിയെ മറക്കാൻ പറ്റണില്ല,
അപ്പോൾ കുറേ ഇമോഷണൽ ബാഗേജാണ്. ചാരിയറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ ക്യാൻസർ സൈനാണ്. ക്യാൻസേഴ്സ് എന്ന് പറഞ്ഞാൽ ക്യാൻസേറിയൻസ് എന്ന് പറഞ്ഞാൽ അവർ വളരെ ഇമോഷണലി ഭയങ്കര സ്ട്രോങ് ആണെന്ന് നമുക്ക് പുറമേ തോന്നുമെങ്കിലും അത് അവർ വെച്ചിരിക്കുന്ന ഒരു ഷെല്ല് മാത്രമാണ്. ഇൻസൈഡ് അവരെന്താണെന്നുള്ളത് വളരെ വളരെ സോഫ്റ്റായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഭയങ്കര ഇമോഷണൽ ബാഗേജ് കൊണ്ടു നടക്കുകയാണ്. അപ്പോൾ അത് ഈ വ്യക്തിയായിട്ട് നിങ്ങൾക്ക് തന്ന ഇമോഷണൽ ഡിസ്റ്റർബൻസസ് ആവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടുള്ള എന്തെങ്കിലും പ്രഷർ ആവാം. ഓക്കെ, പക്ഷേ നിങ്ങൾക്കൊരു ഉത്തരം വേണം, ഇതിൻ്റെ കാരണം അറിയണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്നത്തെ ഒരു കാലം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിലൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഫാഷൻ പോലെ പറയുന്ന ഒരു സംഭവമാണ്, ഞാൻ അവളുടെ ട്വിൻ ഫ്ലെയിം അല്ല, അവൻ എൻ്റെ ട്വിൻ ഫ്ലെയിം ആണെന്ന് പറയും. ഈ ട്വിൻ ഫ്ലെയിം കണക്ഷൻസ് എന്ന് പറയുന്നത് ഒട്ടും ഈസി അല്ല. ഓക്കെ, അതായത് നിങ്ങളുടെ പൂർവ്വജന്മങ്ങളിൽ ചെയ്തു തീർക്കാൻ ബാക്കി വെച്ച ചില കടങ്ങൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ വരുമ്പോഴാണ് ട്വിൻ ഫ്ലെയിംസ് ഉണ്ടാകുന്നതെന്ന് നമ്മൾ പറയും. അപ്പോൾ ഇത് കാർമിക് ആണോ എന്ന് ചോദിച്ചാൽ കാർമിക് റിലേഷൻഷിപ്പിനേക്കാളും കുറച്ചുകൂടി കാർമിക് ആണെന്ന് ഞാൻ പറയും. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാർമിക് റിലേഷൻഷിപ്പൊക്കെ ആണെങ്കിൽ ഒരു അബ്യൂസീവായിട്ടുള്ള സ്റ്റേജുകളിലേക്ക് പോകും. അപ്പോൾ ആ സ്റ്റേജിലേക്കൊക്കെ പോകുമ്പോൾ നമുക്കൊരിടത്ത് ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റും, ബ്രേക്കപ്പ് ആക്കാം. അല്ലെങ്കിൽ മാരീഡ് ആയിട്ടുള്ള ബന്ധങ്ങളാണെന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് പോവാം. പക്ഷേ ട്വിൻ ഫ്ലെയിം എനർജി ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞത് പോസിബിൾ അല്ല. ഓക്കെ, ഒന്നിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഒന്നിച്ചു കഴിഞ്ഞാൽ പിന്നെ പിരിയുന്ന കാര്യത്തെപ്പറ്റി ചിന്തിക്കണ്ട. നിങ്ങൾ പിരിയണം എന്നല്ല ഞാൻ പറഞ്ഞത്, കുറച്ചൊരു ടോക്സിറ്റി ഉണ്ടാവും. ഓക്കെ, കാരണം അപ്പോൾ അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കാതെയാണ് ആൾക്കാർ പലരും സംസാരിക്കുന്നത്. അപ്പം ഇത് എന്താ പറയുക, ഡിനേ ചെയ്യാൻ പറ്റാത്ത ഒരു ശക്തമായൊരു കാർമികമായിട്ടുള്ള ഡെറ്റാണ്, കടം. അപ്പോൾ ചിലപ്പോൾ വലിയ വലിയ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളൊക്കെ നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യേണ്ടി വന്നേക്കാം. സൊസൈറ്റിക്ക് വേണ്ടിയോ അല്ല മറ്റുള്ളവർക്ക് വേണ്ടിയോ ഒക്കെ പലതും ചെയ്യാനുണ്ടാവും. ട്വിൻ ഫ്ലെയിംസ് ആയിട്ടുള്ള ബന്ധങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പം നിങ്ങൾക്ക് ഇതൊന്നും ഒളിച്ചോടാനാവില്ല. ഓക്കെ, ഒന്നിച്ച് ജീവിച്ച് തുടങ്ങുമ്പോഴും ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ ഉണ്ടാവും. കാരണം ട്വിന്നാണ്. നിങ്ങൾ ഇന്നൊന്ന് ചിന്തിച്ച് നോക്കുക, നിങ്ങളെപ്പോലെ തന്നെ ചിന്തിക്കുന്ന മറ്റൊരാൾ ഒരുപാട് സിമിലർ ആണെന്നാൽ ഒരുപാട് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ സ്മൂത്ത് ഗോയിങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് പ്രതീക്ഷിച്ചൊരിക്കലും നിൽക്കരുത്. ഓക്കെ, പിന്നെ നമ്മളൊരു ടാരോ റീഡറിനെ അല്ലെങ്കിൽ ഒരു ആസ്ട്രോളജറിനെ പോയി കണ്ടാൽ അവർക്ക് ചില നിർദ്ദേശങ്ങൾ, എന്തെങ്കിലും അഡ്വൈസസ് ഒക്കെ തരാൻ പറ്റുമായിരിക്കും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് നമ്മുടെ ബിഹേവിയറിലൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തി മുന്നോട്ട് പോകാം. പക്ഷേ ആ സാഹചര്യങ്ങളെ നമ്മൾ ഫേസ് ചെയ്തേ പറ്റുള്ളൂ, അതിനെ മാറ്റാൻ ആർക്കും പറ്റില്ലല്ലോ, അല്ലേ? അപ്പോൾ അങ്ങനെ ഫേസ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ആ ഒരു കർമ്മ റിസോൾവ് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ പ്രതിസന്ധികളെ നേരിടാൻ തയ്യാറായിട്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിത് ഇത്രയും പറയാൻ കാരണം വല്ലാണ്ട് ഇപ്പോൾ മെൻ്റലി വീക്കായിട്ടൊക്കെ ഇരിക്കുന്ന ഒരു സ്റ്റേജാണിപ്പോൾ. അപ്പോൾ ലൈഫിനെ തൻ്റെ ഇടത്തോടു കൂടി നേരിടുക. ഇതെൻ്റെ ജീവിതമാണ്, ഇത് എനിക്ക് ജീവിക്കാനുള്ളതാണെന്നുള്ള ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് സ്വയം സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് മുന്നോട്ട് ജീവിക്കുക. ഓക്കെ, അപ്പം നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം ഇതാണ്. എന്തുകൊണ്ടാണ് മറക്കാൻ പറ്റാത്തത്? ഉള്ളിൽ ഇത്രയും സ്നേഹമൊക്കെ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഇത്രയും കോൺഫ്ലിക്ട്സ് ഉണ്ടാവുന്നത്? മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? അപ്പോൾ അതിൻ്റെ ആൻസർ ഇതാണ്, ട്വിൻ ഫ്ലെയിമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആ ഒരു ഒഴുക്കിനെതിരെ നീന്താൻ പഠിക്കുക. ഓക്കെ, ഫയൽ നമ്പർ 1. അപ്പോൾ നിങ്ങളുടെ മെൻ്റൽ സ്ട്രെങ്ത് വീണ്ടെടുക്കുക.
ഓക്കെ. ബ്രീതിങ് എക്സസൈസൊക്കെ ചെയ്യുക. ബ്രെത്ത് എക്സസൈസൊക്കെ വളരെ നല്ലതാണ്. നമ്മുടെ റൈറ്റ് ബ്രെയിനും ലെഫ്റ്റ് ബ്രെയിനും ഒക്കെ ആക്റ്റീവ് ആക്കാനും അതുപോലെ ക്രൗൺ ചക്ര സ്റ്റിമുലേറ്റ് ചെയ്യാനും ഒക്കെ ഇത് നല്ലതാണ് ബ്രെത്ത് എക്സസൈസ്. അപ്പോൾ ഇത് നിങ്ങൾ ഫ്രണ്ട്സ് വഴി ചിലപ്പോൾ കണ്ടെത്തിയ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പോൾ ഡെഫിനറ്റ്ലി ഡെസ്റ്റൈൻഡ് ആയൊരു ബന്ധമാണ്. ഇപ്പോൾ നോ കോണ്ടാക്റ്റിലാണെങ്കിലും ട്വിൻ ഫ്ലെയിം ആയതുകൊണ്ട് തന്നെ അധികം നാളിങ്ങനെ മുന്നോട്ട് പോവില്ല. ഓക്കെ. വളരെ പാഷനേറ്റ് ആയിട്ട് നിങ്ങൾ വീണ്ടും ഒന്നിക്കും. പിന്നെ പാഷൻ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, പെട്ടെന്നുണ്ടാവുന്ന ഒരു സഡൻ ഇമോഷനാണ്. അപ്പോൾ അത് ഒരു സമയം കഴിയുമ്പോൾ പെട്ടെന്ന് ഫേഡ് ഔട്ടായി പോവാം, വീണ്ടും പാഷൻ വരും. അങ്ങനെ ഒരു അപ്സ് ആൻഡ് ഡൗൺസ് ഉള്ള ഒരു ബന്ധമായിട്ട് ട്വിൻ ഫ്ലെയിം എനർജീസ് പോവുള്ളൂ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് പൈൽ നമ്പർ 1. ഓക്കെ. അതുമാത്രമല്ല, ഒരു റീയൂണിയന് ഒക്കെ ഉണ്ടായി കഴിയുമ്പോഴും നമ്മൾ ജീവിതത്തിലെ ഒരു ഭാരിച്ച അല്ലെങ്കിൽ ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു അവസരമല്ല ഇത് എന്ന് കൂടി മനസ്സിലാക്കുക. ഓക്കെ. ഇപ്പോൾ ഈ വ്യക്തി തിരിച്ചു വരും. ഒരു മെസ്സേജോ ഒരു കോളോ അടുത്ത് തന്നെ പ്രതീക്ഷിക്കാം. ഓക്കെ. പൈൽ നമ്പർ 1 എനിക്ക് എടുത്തു പറയാനുള്ളൊരു കാര്യം ഇതാണ്, പോസിറ്റീവായിരിക്കുക. ഓക്കെ. മൈൻഡ് സ്ട്രോങ് ആക്കി വെക്കുക. പിന്നെ ഇതിനകത്ത് കാണുന്ന മറ്റൊരു ചാലഞ്ചായിട്ട് എനിക്ക് തോന്നുന്നത്, ഒരു കോഡിപ്പെൻഡൻറ്റ് റിലേഷൻഷിപ്പ് ആവാനുള്ള ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. കോഡിപ്പെൻഡൻസി അറിയാമല്ലോ, അതായത് ഒരാൾക്ക് മറ്റൊരാളില്ലാണ്ട് സ്റ്റാൻഡ് ലോൺ ആയിട്ട് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ, വല്ലാണ്ട് എല്ലാത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്യും. അത് കുറച്ച് അൺഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ. പിന്നെ ഒരു മെയിൻ പോസിറ്റീവ് സൈഡ് എന്താണെന്ന് ചോദിച്ചാൽ, ഏത് പ്രതിസന്ധിയിലും കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണിത്. മനസ്സിലായില്ലേ? ഇപ്പോൾ ദൈവം നിങ്ങൾക്കായി കരുതി വെച്ച ഒന്നാണ്. ഡെസ്റ്റിനി എന്താണെന്ന് നോക്കാം. സൺ കാർഡ് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ. 9 ഓഫ് പെൻറ്റക്കിൾസ്, വിഷ് ഫുൾഫിൽമെൻറ്റ്. 8 ഓഫ് സോർഡ്സ് എന്ന് വെച്ചാൽ ഒരു കെട്ടിയിട്ട അവസ്ഥ, അതായത് സ്റ്റക്നെസ് ആണ്. അപ്പോൾ ഈ സ്റ്റക്നെസ് മാറിയിട്ട് ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് വരും. ഓക്കെ. അപ്പോൾ അതിന് നിങ്ങളും കൂടി ഒന്ന് മെൻ്റലി പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. അപ്പോൾ എനിക്കിതിനകത്ത് പിന്നെ പറയാനുള്ള ഈ വ്യക്തിയുടെ ഒരു കാര്യം പറഞ്ഞു വെച്ചാൽ, ചെറിയ കാര്യങ്ങൾ എടുത്തിട്ട് വലുതാക്കി കാണിക്കുന്ന ഒരു നേച്ചർ ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഭാഗത്തുനിന്നോ ആവാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇതൊരു ഡിവൈൻ യൂണിയൻ ആണ്. ഇതിൻ്റെ പർപ്പസ് മനസ്സിലാക്കി പ്രവർത്തിക്കുക. ഓക്കെ. അപ്പോൾ ഇപ്പോഴത്തെ വിഷമം അധികം നാളൊന്നും കൊണ്ടുപോകേണ്ടി വരില്ല. ഇതിനൊരു സൊല്യൂഷൻ വരുന്നുണ്ട്. ഓക്കെ. കണ്ടല്ലോ, ഞാൻ കള്ളം പറഞ്ഞാൽ നിങ്ങൾ വേണേൽ പറയും. അപ്പോൾ കാർഡിൽ നമ്മൾ റീഡ് ചെയ്തപ്പോഴേ അത് വന്നായിരുന്നു. ഡെസ്റ്റിനി കാർഡ്സും കണ്ടല്ലോ. സോ എനിക്ക് തോന്നുന്നു ഒരു ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മന്ത്സൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്വിൻ ഫ്ലെയിം എനർജിയിൽ കൂടെയാണ് നിങ്ങൾ പോകുന്നതെന്ന് അങ്ങനെയുള്ളവരാണ് ഈ പൈൽ നമ്പർ 1 കാണുന്നതെങ്കിൽ മാത്രമേ ഇത് പോസിബിളായിട്ട് വരുള്ളൂ. എല്ലാവരും ട്വിൻ ഫ്ലെയിം ആണെന്ന് വിചാരിക്കരുത്. ഓക്കെ. കാർമികമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാവാം. അപ്പം നമുക്ക് പൈൽ നമ്പർ 1 റീഡിങ് അതിൻ്റെ ചെയ്യാം. ഇവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, മെൻ്റലി സ്ട്രോങ് ആവുക എന്നുള്ളതേ ഉള്ളൂ. ബാക്കിയൊക്കെ യൂണിവേഴ്സ് ചെയ്തോളൂന്നേ. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കും. നമുക്ക് പൈൽ നമ്പർ 2 റീഡിങ്ങിലേക്ക് പോകാം.
Pile number 2. ഒരു ലവ് ലോക്കറ്റ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ എനർജി, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി, ഡെസ്റ്റിനി എന്താണ്? ആദ്യമേ കാർഡ് വന്നു, എടുക്കണോ? എടുത്തേക്കാം അല്ലേ? നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി. ഒരുപാട് കാർഡ് വീണ് എടുക്കണില്ല. ഡെസ്റ്റിനി എന്താണ്? ഓക്കെ, ഒരു ക്ലാരിഫിക്കേഷൻ എടുത്തോട്ടെ. ഒരു ക്ലാരിഫിക്കേഷൻ വേണം. of Wands, Temperance. Okay. നിങ്ങൾ രണ്ടുപേരും വളരെ ഡിഫറൻ്റായ രണ്ട് വ്യക്തികളാണല്ലോ. വളരെ ഡിഫറൻ്റായ രണ്ട് എനർജീസാണ്. ഓക്കെ, കൾച്ചറൽ ഡിഫറൻസസോ റിലീജിയസ് ഡിഫറൻസസോ ആരെങ്കിലും. ഓക്കെ, ഇതൊരുപാട് എനിക്ക് തോന്നുന്നു റണ്ണിങ് ആൻഡ് ചേസിങ് ഒക്കെ ഒരുപാട് കഴിഞ്ഞിട്ട് നിൽക്കുന്നവരാണെന്ന് തോന്നുന്നു. അതായത് ഒരാൾ ആദ്യം വന്നിട്ട് പ്രപ്പോസ് ചെയ്യുന്നു. ഓക്കെ, ഒരാൾ ആദ്യം വന്ന് പ്രപ്പോസ് ചെയ്യുന്നു, ഒരാൾ പറയുന്നു ഇല്ല വേണ്ട എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നു. ബട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഒരു റിയലൈസേഷൻ ഉണ്ടായിട്ട് വീണ്ടും ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്നു. അപ്പോൾ റിലേഷൻഷിപ്പിലായി കുറച്ച് കഴിഞ്ഞപ്പോൾ ചിന്തിക്കുവാണ്, ഈ വ്യക്തി എന്നെപ്പോലെ അല്ല, എനിക്ക് തെറ്റ് പറ്റിയോ? ഒരുപാട് ഡിഫറെൻ്റ് ആണല്ലോ, ക്യാരക്ടറിലൊക്കെ ഒരുപാട് ഡിഫറൻസസ് ഉണ്ട്. അപ്പോൾ ഇത് ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പ് ആണെന്ന് നിങ്ങൾക്ക് അറിയില്ലാന്ന് തോന്നുന്നു. തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്, പക്ഷേ ഒരുപോലെ ഡിഫറൻസസും ഉണ്ട്. ഒരു 50% ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു രണ്ടുപേരും ചിലപ്പോൾ സെയിം ഫീൽഡിൽ നിന്ന് വർക്ക് ചെയ്യുന്നവരായിരിക്കാം. ഓക്കെ, എന്തെങ്കിലും സിമിലാരിറ്റി ഉള്ള ജോലികൾ ചെയ്യുന്നവരായിരിക്കാം. അല്ല, ഇപ്പോൾ ഒരാൾ IT ഫീൽഡിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ മറ്റേ ആളും IT ഫീൽഡിലാവാം, അല്ലെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ജോലികൾ ചെയ്യുന്നവരായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും. ഓക്കെ, അപ്പം നമ്മൾ ട്വിൻ ഫ്ലെയിം ആണെന്ന് ക്ലിയറായിട്ട് മനസ്സിലാക്കുന്നത്, പ്രത്യേകിച്ച് നിങ്ങളോടാണ്. പൈൽ നമ്പർ 2 നിങ്ങളുടെ എനർജി പറ്റിയാണ്.
ഇപ്പോൾ ട്വിൻ ഫ്ലെയിം ആണെന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുന്നത് പകരം നമ്മൾ ആ സ്ഥാനത്ത് മറ്റൊരാളെ റീപ്ലേസ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ്. ഓക്കെ, അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചാൽ അത് വർക്കാവില്ല. അപ്പോഴാണ് നമ്മളുടെ ആ ഒരു സോൾ ഉണ്ടല്ലോ, സോൾ, ആത്മാവ്, ആ ഒരു മിസ്സിങ് എലമെൻ്റ് എവിടെയാണെന്ന് അന്വേഷിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ഈ സോൾ എന്ന് പറയുന്നതിന് നമ്മുടെ ബോഡി, മൈൻഡ്, ഈഗോ ആയിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. നമ്മളുടെ ബോഡി എന്താണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ മനസ്സ് നമ്മൾ ചിന്തിച്ച് എന്ത് കണ്ടെത്തുന്നോ, അല്ലെ ഈഗോയെ മുൻനിർത്തി നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളോ ഒന്നും ആയിരിക്കില്ല ഒരാളുടെ സോൾ പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് സംതിങ് ഡിഫറെൻറ്റ്. അപ്പോൾ അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞൊരു ഗിഫ്റ്റ് യൂണിവേഴ്സ് മനുഷ്യൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ സോൾ പർപ്പസ് ഫുൾഫില്ല് ചെയ്യുന്നവർക്കാണ് മോക്ഷ കിട്ടുന്നത്, സാൽവേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഇതൊരു സ്ട്രോങ് ട്വിൻ ഫ്ലെയിം കണക്ഷനാണ്. ടെമ്പറൻസ് കാർഡ് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കണക്ഷനാണ്. ഫയൽ നമ്പർ 2. തേർഡ് പാർട്ടി എനർജി കാണുന്നുണ്ട്. ഓക്കെ, തേർഡ് പാർട്ടി എനർജി കാണുന്നുണ്ട്. 2 കിങ് ഉണ്ട്. ഒന്ന് കിങ് ഓഫ് പെൻറ്റക്കിൾസും ഒന്ന് കിങ് ഓഫ് കപ്സുമാണ്. സ്ട്രോങ് തേർഡ് പാർട്ടി കാണുന്നുണ്ട്. സ്റ്റിൽ ഇപ്പോഴും ഉള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഒബ്സെഷൻ, ഒരു ഒബ്സെഷൻ പോലെ കാണുന്നു. അതായത് ഒരാൾക്ക് ഒരാളുടെ മേലുള്ള ആ ഒരു, ചിലപ്പോൾ ഇത് ഈ തേർഡ് പാർട്ടിയോട് തോന്നുന്ന ഒരു ഒബ്സെഷൻ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, അപ്പോൾ ഈ തേർഡ് പാർട്ടിയുടെ ഒരു ഇതെന്ന് വെച്ചാൽ ഈ വ്യക്തിയെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. ഭയങ്കര കൺട്രോളിങ് ആയ ഒരു പവറായിട്ടാണ് ഇവിടെ കാണുന്നത് തേർഡ് പാർട്ടി. ഈ വ്യക്തിയെ കൺട്രോൾ ചെയ്ത് നിർത്തുന്ന ഒരു ടൈപ്പ് ഓഫ് എനർജിയാണ്. അപ്പോൾ അതുപോലെ ഇവിടെ മെറ്റീരിയൽ ആയിട്ടുള്ള ഗെയിൻസ് ഉണ്ടായിരിക്കാം. തേർഡ് പാർട്ടി കൊണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് പണപരമായിട്ടുള്ള സഹായങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, മെറ്റീരിയൽ ഗെയിൻസ്. ഓക്കെ, ഫിസിക്കൽ റിലേഷൻഷിപ്പ് കൊണ്ടുള്ള അറ്റാച്ച്മെൻറ്റും ആവാം, അതും കാണുന്നുണ്ട്. വോൺസ് എനർജി വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നു. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് എടുക്കുക. അപ്പോൾ ഒരുപാട് പേരുടെ മറ്റ് ഇൻഫ്ലുവൻസസ് ഇവിടെ കാണുന്നുണ്ട്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ എന്തെങ്കിലും കൾച്ചറൽ ഡിഫറൻസസ് ഒക്കെ ഉണ്ടായിരിക്കാം നിങ്ങൾ തമ്മിൽ. ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ വരുന്ന കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് അപ്ബീറ്റായിട്ട് പറയുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എനർജി എന്ന് പറഞ്ഞത് ഒട്ടും തന്നെ സ്പിരിച്വലി അത്ര ഡെവലപ്ഡ് അല്ലാത്ത ഒരാളായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ഈ വ്യക്തി ഇതിൻ്റെ ഈ ഒരു സിറ്റുവേഷനെ കുറിച്ച് അത്ര അവെയർ അല്ല. ഓക്കെ, അത്ര അവെയർ അല്ല. അപ്പം നിങ്ങൾക്കിതിനൊരു എൻഡ് വന്നതായിട്ട് തോന്നുന്നുമില്ല. നിങ്ങളിപ്പോഴും ഇങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്കിതൊരു എൻഡ് വന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുമില്ല. കുറേയൊക്കെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്ത് നിങ്ങളുടെ ഒരു മെൻ്റൽ സ്ട്രെങ്തൊക്കെ വീണ്ടെടുത്ത് നിങ്ങൾ കുറേയൊക്കെ കരയ്ക്കെത്തി. ബട്ട് ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് മൂവ് ഓൺ ആയിട്ടില്ല. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയപ്പോഴായിരിക്കാം സ്പിരിച്വൽ തോട്ട്സിലോട്ടൊക്കെ നിങ്ങൾ വന്നതാണോ? ട്വിൻ ഫ്ലെയിംസിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. എന്തായാലും ഇവിടെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളെ നിൽക്കുക. മനസ്സിലായോ?
അപ്പോൾ ഈ വ്യക്തിക്ക് വേണ്ടി ഒരുപാട് സാക്രിഫൈസസ് അല്ലെങ്കിൽ കോംപ്രമൈസസ് ചെയ്തിട്ടുള്ളതായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതിൻ്റെ ആവശ്യം ഇനിയില്ല. ഓക്കെ, ബിക്കോസ് ട്വിൻ ഫ്ലെയിം ആയതുകൊണ്ട് ആ ഒരു തേർഡ് പാർട്ടിയുടെ സൈഡിൽ നിന്ന് നല്ലൊരു എന്താ പറയുക, ഒരു അവഗണന കിട്ടുമ്പോൾ മാത്രമേ ഇത് തിരിച്ചു വരുള്ളൂ. തിരിച്ചു വന്നാൽ നിങ്ങൾക്കിത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുകയെന്ന് എനിക്കറിയാം. ഓക്കെ, പക്ഷേ നിങ്ങൾ നിങ്ങളായിട്ട് നിൽക്കുക. ഓക്കെ, ആവശ്യത്തിൽ കവിഞ്ഞ സാക്രിഫൈസസ് നമ്മൾ അതിൻ്റെ ഒരു ആവശ്യം ഇവിടെ ഇല്ല. ട്വിൻ ഫ്ലെയിം എനർജി ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച്. കാരണം അങ്ങനെ നിങ്ങൾ ഒരുപാട് എന്തും ത്യജിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ തന്നെ വില ഇടിച്ച് താഴ്ത്തുന്ന പോലെ ആയിപ്പോവും. ഓക്കെ, അപ്പോൾ ഇതിനൊരു കുറച്ചൊരു കാലതാമസം കാണുന്നുണ്ട്. പെട്ടെന്ന് നടക്കില്ല കേട്ടോ. കാരണം സ്റ്റിൽ ഇപ്പോഴും ഈ തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസിലാണ് ഈ വ്യക്തി. കാരണം ആ വ്യക്തി ആഗ്രഹിക്കുന്നതൊക്കെ അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ എന്തിനാ പോകുന്നതെന്നുള്ളൊരു ചിന്തയായിരിക്കാം. അതിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ തന്നെ ഹോൾഡ് ഓൺ ചെയ്ത് നിൽക്കുകയാണ്. ഇത് കുറച്ച് സമയം എടുക്കും. 7 of Wands, കുറച്ച് ടൈം എടുക്കും. അപ്പം ഡെസ്റ്റിനി എന്താണെന്ന് വെച്ചാൽ Nine of Swords, Page of Cups, Nine of Pentacles. ഓക്കെ, അപ്പോൾ 9 months 9 years എടുക്കുന്നവരുണ്ടാവാം, എനിക്കറിയില്ല. നിങ്ങളുടെ എനർജി എന്താണെന്ന് അതനുസരിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളായിട്ട് നിൽക്കുക. ആവശ്യത്തിൽ കവിഞ്ഞ സാക്രിഫൈസസ് ചെയ്യാനും ആവശ്യത്തിൽ കവിഞ്ഞ് ഇതിനകത്തോട്ട് മെൻ്റലി എന്താ പറയുക, മെൻ്റലി ഇതെന്ന് പറഞ്ഞിട്ട് നമ്മൾ നിൽക്കുമ്പോൾ ശരിക്കും നന്നായിട്ട് ഉറങ്ങാൻ പറ്റാതിരിക്കുക, ഭക്ഷണം കഴിക്കാൻ പറ്റാതിരിക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. കുറേയൊക്കെ ഞാൻ പറഞ്ഞില്ലേ ആദ്യമൊക്കെ കുറേയൊക്കെ നിങ്ങൾ ഹീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും സ്റ്റിൽ ഹോൾഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ്. ഒരു ന്യൂ ഓഫർ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയാണ്. 9 of Swords അതൊരു വളരെ പെയിൻഫുള്ളായിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെ ഈ വ്യക്തി പോകേണ്ടി വരികയും അങ്ങനെ ഒരു തിരിച്ചറിവുണ്ടായി തിരിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഒരു 9 of Pentacles എനർജിയിലുള്ള രീതിയിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മാറും. അപ്പോൾ ഇതാണ് പൈൽ നമ്പർ 2ൻ്റെ റീഡിങ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് റീഡിങ്ങിൽ കാണാം. അതുവരെ ബൈ.